കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനം തരുന്നത്. നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സച്ചിയും സുധിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാ. ഡോക്ടർ വന്ന് പറഞ്ഞ കാര്യം ഓർത്തിട്ട് ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, സർജറി ഒക്കെ ഓക്കെ ആയിരുന്നു. അതെല്ലാം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ അശോകം വന്നിട്ട് സച്ചിയോട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇനി കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, സർജറി എല്ലാം ഓക്കെ ആവുന്നു. ഇപ്പൊ ആ ടെൻഷനൊക്കെ മാറിയില്ലേന്ന് ചോദിക്കാം. ഇപ്പം മാറി അങ്കളെന്ന് പറയാം. അല്ലെങ്കിലും രവിയേട്ടനെ അങ്ങനെ പെട്ടെന്ന് ദൈവം വിളിക്കില്ല, കാരണം അത്രയ്ക്ക് നല്ല മനുഷ്യനാന്നൊക്കെ അശോകൻ പറയാണ്. പിന്നീട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞു. കുറെ സമയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വാർഡിലേക്ക് രവീന്ദ്രനെ കൊണ്ടിരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി സുധിയൊക്കെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ കയറി ചെന്ന് അവിടെ നിൽക്കുവാണ്. ഇപ്പം മയക്കത്തിൽ നിന്ന് മയക്കം വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല രവീന്ദ്രനെ. രവീന്ദ്രൻ മയക്കത്തിൽ തന്നെ കിടക്കുമായിരുന്നു. അപ്പോഴേക്കും ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അതെ രവീന്ദ്രന്റെ ഏതെങ്കിലും ബൈസ്റ്റാൻഡർ ആരെങ്കിലും ഡോക്ടറെ കാണാനായിട്ട് അങ്ങോട്ടൊന്ന് വരണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി എന്ത് ചെയ്യണം, സച്ചി നേരെ നേഴ്സിൻ്റെ അങ്ങോട്ട് പോകാൻ ഞാൻ പോകാമെന്ന് പറഞ്ഞ സച്ചി അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് സുധി അശോകനും കൂടെ അവിടെ നിൽക്കുകയാണ്. അപ്പം സുധിയോട് അശോകൻ ചോദിച്ചു, അല്ല അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതി എന്ത് ചെയ്യുന്നു ചോദിച്ചു. പറഞ്ഞു, അമ്മയും ശ്രുതിയും കൂടെ ക്ഷേത്രത്തിൽ പോയിക്കൊന്നു. ഓ അങ്ങനെയല്ലേ. അപ്പത്തേനും വേറെ നേഴ്സ് വന്നിട്ട്, അതെ കുറച്ച് മെഡിസിൻസ് വാങ്ങാണ്ടെന്ന് പറയണം. ശരി ഞാൻ വാങ്ങിയിട്ട് വരാമെന്ന് പറയണം. പിന്നീട് അശോകനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാവോ, അങ്കിൾ ഇവിടെ നിൽക്കാവോ, ഞാൻ പോയി മെഡിസിൻസ് ഒക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറയണം. അതിനെന്താ കുഴപ്പം, ഞാൻ ഇവിടെ നിന്നോളാം, നീ പോയിട്ട് വരാൻ പറയണം. ഈ സമയം അവരൊക്കെ പുറത്തേക്ക് പോകുന്ന രേവതി അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. രേവതി പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, അങ്ങോട്ടേക്ക് വരുവാണ്. കാരണം എങ്ങനെയെങ്കിലും അകത്ത് കയറിയൊന്ന് കാണണം. ഈ സമയം അശോകൻ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അശോകൻ ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് അശോകൻ കോള് കട്ട് ചെയ്തു. രേവതി മോളോ, ഞാൻ ഓർക്കുകയും ചെയ്തിരുന്നു മോളെ കണ്ടില്ലോന്ന്. അല്ല മോൾ എന്താ ഇതിലോട്ടും വരായിരുന്നെന്ന് ചോദിക്കാം. ഞാൻ വന്നായിരുന്നു അശോകനങ്ങളെ, പക്ഷെ എന്നെ അച്ഛനെ കാണാനായിട്ട് കൂട്ടാക്കിയില്ലെന്ന് പറയണം. സാരമില്ല പോട്ടെ, എന്നാലും മോൾ എന്തിനാ അങ്ങനത്തെ ഒരു പണി ചെയ്തേ, എനിക്കങ്ങ് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. ശ്രീകാന്തിന് വേണ്ടി അങ്ങനെ ത്യാഗം മോൾക്ക് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക. അത് പിന്നെ അങ്കളെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ, അതെല്ലാം സംഭവിച്ചു പോയി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അതിനകത്ത് യാതൊരു മനസ്സറിവുള്ള കാര്യമല്ല എന്ന് പറയണം. എനിക്കറിയാം മോൾ അങ്ങനെ തെറ്റ് ചെയ്യില്ലെന്ന്, പക്ഷെ എങ്ങനെ സംഭവിച്ചു ഞാൻ വിചാരിക്കുകയും ചെയ്യുമെന്ന് പറയാം. അതെ അങ്കളെ, എൻ്റെ ഒരു ആവശ്യം സാധിച്ചു എനിക്ക് എന്ത്, എനിക്ക് അച്ഛനെ ഒന്ന് കയറി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അയ്യോ അത് മോളെ, അത് പ്രശ്നവും ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, ഏത് സമയത്ത് ആരെ കയറി വരുന്നു പറയാൻ പറ്റില്ല. പോരാത്തിന് ചന്ദ്രമതി ചേച്ചി ശ്രുതിയും കൂടെ ക്ഷേത്രത്തിൽ പോയേക്കോ, അവരെപ്പോ വെള്ളം വരാന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങിക്കൊള്ളാന്ന് പറയണം. ശരി ഒരു കാര്യം ചെയ്യാം, ഞാൻ നോക്കട്ടെ ആരെങ്കിലും ഉണ്ടോന്ന് എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് നോക്കണം. ആരെയും കണ്ടില്ല മോളെ, പെട്ടെന്ന് കയറിട്ട് ഇറങ്ങിക്കോണം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചേക്കാം, അപ്പൊ തന്നെ പെട്ടെന്ന് ഇറങ്ങി വരണം കേട്ടോ എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് കയറുക. പിന്നീട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി അശോകനെ പുറത്ത് നിൽക്കുവാണ്. ഈ സമയം രേവതി അകത്ത് ചെന്നിട്ട് രവീന്ദ്രനെ നോക്കുക. രവീന്ദ്രൻ മയക്കത്തിലായിരുന്നു. രേവതി എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭഗവാനെ ഒരാപത്തിലും കൂടാതെ കാത്തുരക്ഷിക്കാൻ ഒത്തിരി നന്ദിയുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ സുഖപ്പെട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റണേ, അങ്ങനെയൊക്കെ രേവതി പ്രാർത്ഥിക്കണം. പിന്നെ തൻ്റെ പേഴ്സിനകത്തുനിന്ന് ആ ചരട് എടുക്കുകയാണ്. രവീന്ദ്രൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കെട്ടി. കയ്യിലേക്ക് കെട്ടിട്ട് ഒരു നിമിഷം കൊണ്ട് രവീന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഈ സമയത്ത് പുറത്തേക്ക് ചന്ദ്രമതിയും ശ്രുതിയും കൂടെ വരുവാണ്. അപ്പൊ അവളുടെ അടുത്തേക്ക് ശ്രുതി വന്നു. അല്ല നീ എന്താണ് ഇവിടെ? അതെ അച്ഛനുള്ള കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു പറയാ. അല്ല അച്ഛനെ സർജറി കഴിഞ്ഞ് ഐസിന്ന് മാറ്റിയെന്ന് ചോദിക്കാം. ഐസിന്ന് മാറ്റി റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയണേ. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ചന്ദ്രമതിക്ക്. ദൈവമേ എന്റെ പ്രാർത്ഥന കേട്ടു ദേവി നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പൊ ആ കൂടെ ശ്രുതിയും കൂടെ ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് അശോകൻ ആ കാഴ്ച കാണുന്ന അവരെല്ലാരും കൂടെ പാഞ്ഞു വരുന്ന ദൈവമേ പെട്ടല്ലോ. പെട്ടെന്ന് രേവതിനെ ഫോൺ വിളിക്കുവാണ്. രേവതി ഇപ്പോൾ കോൾ എടുത്തു. അശോകനങ്ങളാണല്ലോ വിളിക്കുന്നത്. മോളെ രേവതി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കോ, ദേ ചന്ദ്രമതി ചേച്ചിയും ശ്രുതിയൊക്കെ വരുന്നുണ്ടെന്ന് പറയാണ്. രേവതി പെട്ടെന്ന് താൻ ആ ചരട് കിട്ടിയ കൈ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് പുതപ്പിട്ട് മൂടി, ആരും കാണലല്ലോ. പെട്ടെന്ന് രേവതി ഇറങ്ങി പുറത്തേക്ക് വന്നു. ഇപ്പുറത്തെ വശത്തേക്ക് മാറിപ്പോയി നിൽക്കുവാണ്. ചന്ദ്രമതി എല്ലാം കൂടെ അകത്തേക്ക് കയറുക. ആ സമയം അശോകൻ രേവതിയുടെ അടുത്തേക്ക് വന്നു. അതെ കണ്ടല്ലോ മോളെ നീക്കുക. കണ്ടു, ഒത്തിരി നന്ദിയുണ്ട് അങ്കളെ. ഈ നന്ദിയും കടപ്പാടും എത്രയൊന്നും മതിയാവില്ല, കാരണം എനിക്ക് കാണാൻ പോലും പറ്റുമെന്ന് തോന്നിയതല്ല. പക്ഷേങ്കില് എന്നൊക്കെ പറയണ. സാരില്ല മോള് പോയിക്കോ, ഇനി എവിടെ നിൽക്കണ്ട, സച്ചെങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവെന്ന് പറയണം. അങ്ങനെ രേവതി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം അകത്ത് കയറിയ ചന്ദ്രമതിക്കൊക്കെ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഇനി കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. അങ്ങനെ കുറെ സമയം ചന്ദ്രമതിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് രവീന്ദ്രനെ തന്നെ. രവീന്ദ്രൻ ആ മയക്കത്തിൽ തന്നെ ആയതുകൊണ്ട് ആരെയും കണ്ടില്ല. പിന്നീട് കാണിക്കുന്ന വൈകുന്നേരം വർഷം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ഇരുട്ടത്ത് ശ്രീകാന്തിരിക്കുക, ഒരു വെട്ടം പോലും ഇടാതെ ശ്രീകാന്തിരിക്കുക. പെട്ടെന്ന് വന്നിട്ട് വെട്ടം ഇട്ടിട്ട്
വർഷ ചോദിച്ചു, എന്താ ശ്രീകാന്തേ, എന്തു പറ്റി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കുക. ഈ ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ട്, എന്താ കാര്യം? പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, അതെ, എൻ്റെ അച്ഛനെ കാണാനായിട്ട് അവർ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഒറ്റ കരച്ചിലായിരുന്നു. എന്താ ശ്രീകാന്ത് നീ പറയണെന്ന് ചോദിക്കുക. അതെ, എൻ്റെ അച്ഛനെ കാണാൻ സമ്മതിച്ചില്ല. ഞാൻ ചെന്നിട്ട് എന്നെ അവിടെ നാട്ടി ഇറക്കി. എൻ്റെ അമ്മയും സച്ചേണ്ണും എല്ലാവരും. എനിക്ക് എൻ്റെ അച്ഛനെ കാണണം പക്ഷേ, അല്ല ഞാൻ മരിച്ചു പോന്നു പറയാ. പക്ഷേ കുഞ്ഞു കുട്ടികളെ പോലെ നിങ്ങളെ കരയുവാണോ ചെയ്യണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് വർഷ ആ, ശ്രീകാന്തിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പോട്ടെ, സാരമില്ല, നമുക്ക് അച്ഛനെ പോയി കാണാന്ന് പറയുന്നുണ്ട്. ഇല്ല, അവരെന്നെ കാണിക്കില്ല, അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ അച്ഛന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. എങ്ങനെയാ തീരുമെന്ന് അറിയത്തില്ല. ഇതേ, എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറയാം. ഒന്ന് സമാധാനപ്പെട്, നമുക്ക് എന്താണല്ലോ അച്ഛനെ കാണാൻ പോവാം. ഇനിയിപ്പോ ഈ പിടിവാശി വെച്ചിട്ട് കാര്യമില്ലോ. അച്ഛൻ ഒന്നാമത്തെ കാര്യം ഈ അവസ്ഥയെ കിടക്കുക. അപ്പം നമ്മൾ ചെന്നിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അച്ഛന് വീണ്ടും ബുദ്ധിമുട്ടല്ലേ ആവത്തുള്ളൂ. ഒന്ന് സമാധാനപ്പെടുക. അച്ഛൻ ഇച്ചിരി ഭേദമായി കഴിഞ്ഞ ശേഷം നമുക്ക് ഒരുമിച്ച് പോവാം. അതല്ലേ എൻ്റെ മര്യാദ എന്ന് ചോദിക്കും. അത് പോരെന്ന് ചോദിക്കണം. അവസാനം അങ്ങനെ ശ്രീകാന്ത് സമ്മതിക്കും. അതിന് വേറെ ഓപ്ഷനൊന്നും ഇല്ല. അങ്ങോട്ട് കയറി ചെല്ലാനും പറ്റില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാണെങ്കിലും പോയി കാണാം. പക്ഷെ അതിനു മുമ്പ് കാണാൻ പോലും പറ്റുമല്ലോ. ഒരു വ്യക്തി വർഷം എങ്ങനെ ശ്രീകാന്തിനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന അങ്ങനെ രവീന്ദ്രന്റെ ബോധം വീഴുവാണ്. രവീന്ദ്രന്റെ ബോധം വീഴുമ്പോൾ ചന്ദ്രമതി അടിയിലുണ്ടായിരുന്നു. ചന്ദ്രമതിനെ നോക്കി രവീന്ദ്രൻ കുറച്ച് സമയം നിന്നു. പെട്ടെന്ന് ചന്ദ്രമതി എന്താ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. രവിയേട്ടന് കുഴപ്പമൊന്നുമില്ല, ഞാൻ ആകെപ്പാട് ടെൻഷൻ അടിച്ച് പോയെന്ന് പറയാണ്. ഇത് കേട്ടതിന് രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ, എനിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാണ്. അതെ, അത് ശരി തന്നെയാ. രവീന്ദ്രൻ പറഞ്ഞു, അതെ, എനിക്കൊരു പനി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് 100 തവണ വിളിച്ചു ചോദിക്കുന്ന നീയാ, എനിക്കറിയാലോ. അപ്പൊ നീ എങ്ങനെ സഹിച്ചെന്ന് ചോദിക്കുക. എനിക്കറിയില്ല രവിയേട്ടാ, ആ സമയത്ത് എന്റെ മനസ്സിൽ എന്തായിരുന്നു പോലും എനിക്കറിയത്തില്ല. ഒരു പക്ഷേ രവിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതിനും അപ്പുറത്തേക്കായിരുന്നു കാര്യങ്ങൾ എന്ന് പറയണം. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെയൊന്നും എനിക്ക് സംഭവിക്കത്തൊന്നുമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, നീ എന്തിനാ പേടിക്കണേ, ഞാനില്ലേ നിന്റെ കൂടെ, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട ചന്ദ്രമതി. ദൈവം അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകത്തില്ലെന്ന് പറയണം. അതെ, ഇത് രവിയേട്ടന് പറഞ്ഞാൽ മതി. പക്ഷെ ആ സമയത്ത് ഞാൻ എത്രമാത്രം തീരുന്നെന്ന് അറിയാവോ, എന്റെ മാനസിക ബുദ്ധിമുട്ട് എത്രമാത്രമാണെന്ന് അറിയാവോ? അതെന്താ രവിയേട്ടന് മനസ്സിലാകത്തെന്ന് ചോദിക്കും. അത് പിന്നെ എനിക്കറിയാലോ എന്ന് പറയാം, എനിക്ക് നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ പറയാം. ചന്ദ്രമതി എന്നിട്ടും രവീന്ദ്രന്റെ അടുത്തിരുന്ന് കരയുവാണ്. ആ സമയത്താണ് സച്ചി അങ്ങോട്ട് ഓടി വരുന്നത്. സച്ചി വന്നിട്ട് അച്ഛാന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, നീ എന്തൊക്കെയാ സച്ചി കാണിക്കുന്നത്, സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരാളാ, അങ്ങനെയും ചെയ്യരുതെന്ന് പറയാണ്. അയ്യോ, ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തില്ല അച്ഛാ, ആ സന്തോഷം കൊണ്ട് ചെയ്തു പോയതെന്ന് പറയാം. സാരമില്ല, പോട്ടെ. ദേ അച്ഛാ, അച്ഛന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഈ സച്ചി പിന്നെ ജീവനോടെ ഉണ്ടായിരിക്കില്ല. സച്ചി അച്ഛൻ്റെ കൂടെ പോന്നേനെന്ന് പറയാം. എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തൊക്കെയാടാ സച്ചി പറയണെന്ന് നിൽക്കുക. അതെ അച്ഛാ, അച്ഛനാണ് എൻ്റെ ജീവൻ. അച്ഛനില്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും ഇല്ല. അച്ഛനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് പറയണം. അതൊക്കെ നിന്റെ തോന്നല്ലേ സച്ചി, മനുഷ്യനെ ദൈവം ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാലം കഴിയുമ്പം നമ്മൾ തിരികെ പോകണമെന്ന് പറയണം. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല അച്ഛാ. കാരണം ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആള് എൻ്റെ അച്ഛനാന്ന് പറയണം. രവീന്ദ്രന്റെ കണ്ണു നിറഞ്ഞു വന്നു. കാരണം സച്ചി പറയുന്നെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാ, അവൻ കള്ളത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നീട് ചന്ദ്രമതിയോട് രവീന്ദ്രൻ ചോദിച്ചു, അല്ല ശ്രുതിയൊക്കെ എന്ത് ചെയ്യുന്ന ചോദിക്കണം. അവർ പുറത്ത് പോയിരിക്കുമെന്ന് പറയണം. ഓ, അവർ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയെന്ന് പറയാണ്. ഈ സമയം സച്ചി എന്ത് ചെയ്യുക, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് സച്ചി അങ്ങോട്ട് കയറി വരിക. കയ്യിലൊരു പൊതിയൊക്കെ ഉണ്ടായിരുന്നു. രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താ സച്ചി പൊതിയൊക്കെ ആയിട്ട്? പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, ഇതാ അമ്മയ്ക്കുള്ള ഫുഡാന്ന് പറയണം. എനിക്കിപ്പോൾ ഫുഡ് വേണ്ടാന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കണം, വിശന്നിരിക്കുമല്ലായിരുന്നോ. ഇനിയിപ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്നല്ല പറഞ്ഞ്, അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറയണം. കാരണം ശ്രുതിയൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. പക്ഷെ എന്നിട്ട് പോലും ചന്ദ്രമതിനെ ഒന്നും വിളിച്ചുമില്ല, കൊണ്ടുപോയി ഫുഡ് മേടിച്ച് കൊടുത്തുമില്ല. പക്ഷേങ്കിൽ സച്ചി അങ്ങനെയല്ല. സച്ചിക്ക് മനസ്സിലായത് തന്നെ അമ്മ പട്ടിണിയാണല്ലോ ഇരിക്കുന്നത്, അപ്പൊ അമ്മയ്ക്ക് ഫുഡ് വേണമല്ലോ എന്നൊക്കെ അവിടെ തന്നെയാണ് സച്ചി അത് വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നത്. ചന്ദ്രമതി കഴിക്കാതിരുന്നപ്പം രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ ചന്ദ്ര കഴിക്കാതിരിക്കുന്നത്, അത് കഴിക്കാൻ പറയണം. നീ ഫുഡൊന്നും കഴിക്കാതിരുന്നിട്ടോ നീ ആകെപ്പാടെ തളർന്നു പോയില്ലെന്ന് നിൽക്കുക. ഇനി ഇവിടെ ഞാൻ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ നീനും കൂടെ ഇവിടെ കിടപ്പിലാവും, അതുകൊണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറയാണ്. ഇതൊക്കെ കേട്ടതും സച്ചി പറഞ്ഞു, ആ അച്ഛൻ പറഞ്ഞ കാര്യം കറക്റ്റാന്ന് പറയാണ്. പിന്നീട് അങ്ങനെ സർജറി എല്ലാം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് രവീന്ദ്രനെ കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. രവീന്ദ്രൻ വന്ന് ഇറങ്ങി കഴിഞ്ഞ സമയത്ത് കാറിലേക്ക് നോക്കുക. അല്ല, ഇതേതാ സച്ചി കാർന്ന് ചോദിക്കുക. ഏതാ ഇത്? അത് പിന്നെ വാടകയ്ക്ക് ഞാൻ ഓടാനെടുത്തേ. അല്ല, നമ്മുടെ കാർ ഇതിലായിട്ട് കിട്ടാറായില്ലേ നിൽക്കുക. അത് പിന്നെ അച്ഛാ, അത് ഉടനെ കിട്ടുമെന്ന് പറയാണ്. എത്ര നാളായിട്ട് കൊടുത്തിട്ട്, നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാർ റെഡിയാക്കി മേടിക്കണമെന്ന് ഇട്ടെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റച്ചാ, അച്ഛൻ അതേക്കുറിച്ചൊന്നും ഓർത്തൊരു ടെൻഷൻ അടിക്കണ്ട. അത് മാത്രമല്ല, അച്ഛൻ എന്തെങ്കിലും ആവശ്യമുണ്ട് രേവതിയോട് പറഞ്ഞാൽ മതി, അവളത് സാധിച്ചു തന്നോളൂ എന്ന് പറയണം.
ഇത് കേട്ടാൻ ചന്ദ്രമതി മനസ്സിലെടുത്തു. പിന്നെ താനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ടല്ലേ? പിന്നീട് ചന്ദ്രമതി രവീന്ദ്രനോട് പറഞ്ഞു, ഇതെന്താ നിപ്പാ നിൽക്കുന്നത്? കയറി വാ, അകത്തേക്ക് വരാൻ പറയണം. അങ്ങനെ രവീന്ദ്രൻ വീണ്ടും അകത്തേക്ക് കയറുവാണ്. ഇവിടുന്ന് പോകുന്ന സമയത്ത് രവീന്ദ്രൻ ഒരിക്കലും ഓർത്തില്ല തനിക്ക് വീണ്ടും ഇങ്ങോട്ട് കയറാൻ പറ്റുമെന്ന്. അങ്ങനെ ജീവിതത്തിൽ വീണ്ടും രവീന്ദ്രൻ വരുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.